Hi, I am Roger Sous, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2023 മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള എൻട്രൻസ് എക്സാമിനേഷൻ നീറ്റ് എക്സാമിനേഷൻ. നീറ്റ് എക്സാമിനേഷൻ 2023 വിൻ ചെയ്യാൻ ആഗ്രഹിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2022 ഏത് മാർക്ക് വരെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റാങ്കിൽ ഏറ്റവും ലാസ്റ്റ് റാങ്കിൽ ഏത് റാങ്ക് വരെ വന്ന കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് 2023 നീറ്റ് എക്സാമിനേഷൻ എഴുതുമ്പോൾ എനിക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യണം ഇന്ന ക്യാമ്പസിൽ അഡ്മിഷൻ നേടുവാൻ, എനിക്ക് ഇത്ര ഓൾ ഇന്ത്യ റാങ്ക് സ്കോർ ചെയ്യണം ഇതുപോലൊരു ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ എന്ന് ടാർഗറ്റ് ചെയ്ത് പഠിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഹെൽപ്പ് ആവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോയാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ലഭിക്കുവാൻ ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എൻട്രൻസിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, ഓൺലൈൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുക, എക്സാമിനേഷൻ, അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ്, ഇതുപോലെ ഏത് സംശയങ്ങൾക്കും ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസിലേക്ക് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിളിക്കാം, നേരിട്ട് വരാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി എപ്പോഴും കൂടെ ഉണ്ടാവും. നമുക്ക് വിശദമായി മനസ്സിലാക്കാം. നമുക്കറിയാം, നീറ്റ് എന്നൊരു എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ 2 റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഒന്ന് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റും മറ്റൊന്ന് കേരള സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റും. ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിലൂടെ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് MBBSൻ്റെയും BDSൻ്റെയും ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് സെക്ടറിലെ കോളേജുകളുടെ 15% സീറ്റും അതുപോലെ എയിംസിൻ്റെയും AFMCയുടെയും ജിപ്മറിൻ്റെയും 100% സീറ്റുകളും, ഇനി ഇതുപോലെ തന്നെ ESI മെഡിക്കൽ കോളേജുകളുടെ ESI IP വാർഡായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന 30% സീറ്റും, ഇനി രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റായ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ്. ഇപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ എഴുതിയ വിദ്യാർത്ഥികളിൽ നിന്നുള്ള റാങ്ക് ലിസ്റ്റാണ്. അതിലൂടെയാണ് കേരളത്തിലെ 85% സീറ്റ് ഫില്ല് ചെയ്യുന്നത്. ഇങ്ങനെ ഇന്ത്യയിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസായ എയിംസിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും 2 റാങ്ക് ലിസ്റ്റിൽ നിന്നും, ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ നിന്നും എയിംസിലും അതുപോലെ എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റും അതിനോടൊപ്പം ESI മെഡിക്കൽ കോളേജുകളുടെയും സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള കേരളം മുഴുവനുള്ള 85% സീറ്റിൻ്റെയും ലാസ്റ്റ് മാർക്കും റാങ്കും എത്ര വരെ വന്ന കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്ന് വിശദമായി നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആദ്യമായി തന്നെ ഓൾ ഇന്ത്യ റാങ്കും മാർക്കും വെച്ച് ഏറ്റവും ടോപ്പ് മോസ്റ്റ് മെഡിക്കൽ കോളേജായ എയിംസിൻ്റെ ക്യാമ്പസുകളിൽ അവസാനത്തെ അലോട്ട്മെൻറ്റ് എത്തിയപ്പോൾ അഡ്മിഷൻ ലഭിച്ച റാങ്കും മാർക്കും നമുക്ക് ചെക്ക് ചെയ്യാം. ജനറൽ കാറ്റഗറിയിൽ 11,782 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക് 4ാമത്തെ അലോട്ട്മെന്റ് ആയപ്പോൾ എയിംസിന്റെ ക്യാമ്പസിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ റാങ്ക് വന്ന കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് 622 മാർക്കാണ്. ഇനി ജനറൽ കാറ്റഗറിയിൽ തന്നെ നമുക്കറിയാം, ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസർവേഷൻ എലിജിബിലിറ്റി ലഭിക്കുന്നതാണ് EWS എന്ന് പറയുന്നത്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അതായത് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് താലൂക്ക് ഓഫീസിൽ നിന്നുള്ള അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും വീക്ക് ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെയാണ് EWS റിസർവേഷൻ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അങ്ങനെ EWS റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് 12,350 വരെ റാങ്ക് വന്ന കുട്ടികൾക്ക്, മീൻസ് 620ാമത്തെ മാർക്ക് വരെ വന്ന കുട്ടികൾക്ക് EWS റിസർവേഷൻ വഴി അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് 4th അലോട്ട്മെന്റ് ആയപ്പോൾ. ഇനി OBC റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികൾ, നമുക്കറിയാം ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ OBC എന്ന ഒറ്റ റിസർവേഷനേ ഉള്ളൂ. നമുക്ക് സ്റ്റേറ്റ് വൈസ് വരുമ്പോഴത്തേക്ക് OBCയിൽ തന്നെ വരുന്ന പല റിസർവേഷൻസിനെ സ്പ്ലിറ്റ് ചെയ്യും. ഓൾ ഇന്ത്യയിൽ OBC എന്ന ഒറ്റ റിസർവേഷനേ ഉള്ളൂ. അതിന് നാം ആ എലിജിബിലിറ്റി നേടിയെടുക്കാനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആണ്. അങ്ങനെ OBC NCL സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് OBC റിസർവേഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് റാങ്ക് 16,346 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക് എന്ന് പറയുന്നത് 610 ആണ് എയിംസിലെ ലാസ്റ്റ് അലോട്ട്മെന്റ് വന്നത്. ഇത് തന്നെ എയിംസിന്റെ ക്യാമ്പസിൽ SC കാറ്റഗറിയിലേക്ക് വന്നപ്പോൾ 1,04,920 റാങ്ക് വരെ വന്ന കുട്ടിക്ക്, ആ കുട്ടിയുടെ മാർക്ക് 474 മാർക്കാണ്. അതുപോലെ ST റിസർവേഷൻ വന്ന ഒരു കുട്ടി ആയിരുന്നപ്പോൾ 1,20,000
1,20,467 റാങ്ക് വരെ വന്നപ്പോൾ ആ കുട്ടിയുടെ മാർക്ക് 456 മാർക്കാണ്. ഇത്രയും മാർക്ക് വരെ വന്ന SC/ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് എയിംസിന്റെ ക്യാമ്പസിൽ 4th അലോട്ട്മെന്റ് ആയപ്പോൾ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിലൂടെ തന്നെ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രോസസ്സിംഗിൽ നമുക്കറിയാം ഇന്ത്യ മുഴുവനുള്ള മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റ് ഫില്ല് ചെയ്യുന്നത് MCCയുടെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിലൂടെ NTA ആണ്. അങ്ങനെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിലൂടെ ഇന്ത്യ മുഴുവനുള്ള മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള 22,706 റാങ്കും 596 മാർക്കും വരെ വന്ന വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെന്റിലൂടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ MBBSന് ഉറപ്പാക്കാൻ സാധിച്ചു. അത് തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലേക്ക് വന്നപ്പോൾ 23,501 റാങ്കും ആ കുട്ടിയുടെ മാർക്ക് 595 മാർക്കും വരെ വന്ന വിദ്യാർത്ഥികൾക്ക് EWS റിസർവേഷനിലൂടെയും അഡ്മിഷൻ ലഭിക്കാൻ സാധിച്ചു. ഇനി അതുപോലെ തന്നെ OBC റിസർവേഷനുള്ള കുട്ടികൾക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴി 22,721 റാങ്കും 596 മാർക്കും വന്ന വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ കൗൺസിലിംഗിലൂടെ അലോട്ട്മെന്റ് ലഭിച്ചു. അത് തന്നെ SC കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 1,22,444 മാർക്ക് 454. അതുപോലെ STയിൽ 1,53,436 ലാസ്റ്റ് റാങ്ക് ലാസ്റ്റ് മാർക്ക് 423. നീറ്റ് എക്സാമിനേഷൻ എഴുതി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ കോളേജുകളിലെല്ലാം അഡ്മിഷൻ നടക്കുന്നത് അലോട്ട്മെന്റ് പ്രോസസ്സിംഗിൽ പങ്കെടുക്കുന്നതിലൂടെയാണ്. ഈ അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് പങ്കെടുക്കുന്ന സമയത്ത് അതിന് വേണ്ട ഓപ്ഷൻ കൊടുക്കേണ്ട രീതികളും കോളേജുകളെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നെ ആൽഫയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും സ്റ്റേ വേക്കൻസിയും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2022 ഏറ്റവും ലാസ്റ്റ് വന്ന മാർക്കും റാങ്കുമാണ് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഇതിനോടൊപ്പം ESI IP കോട്ടയുള്ള 13 കോളേജുകളിലേക്ക് ESI റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് വഴി 69,363 വരെ റാങ്ക് വന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് 520 മാർക്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക് ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ESI IP വാർഡിന്റെ രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ESI റിസർവേഷൻ ലഭിക്കാൻ അർഹതയുണ്ടെങ്കിൽ അതിനുള്ള പ്രോസസ്സിംഗ് എല്ലാം ഇനി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ESI IP വാർഡ് ആണെന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ESI കോർപ്പറേഷന്റെ സൈറ്റിൽ നിന്ന് നാം ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് MCCയുടെ സൈറ്റിൽ നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് നമുക്ക് ESI റിസർവേഷനുള്ള എലിജിബിലിറ്റി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അങ്ങനെ നേടിയെടുക്കുന്ന കാര്യം ESIC കോർപ്പറേഷനിൽ റിസർവ് ചെയ്തിരിക്കുന്ന എല്ലാ പേരൻസും വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അത് തന്നെ ESI മെഡിക്കൽ കോളേജുകളിൽ EWS റിസർവേഷൻ അനുസരിച്ചും OBC റിസർവേഷൻ അനുസരിച്ചും എല്ലാം അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് നടക്കും. അവിടെ റിസർവേഷൻ EWS റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് 75,454 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക് ആ കുട്ടിയുടെ മാർക്ക് വരുന്നത് 511 ആണ്. 72,061 വരെ വന്ന കുട്ടികൾക്ക് OBC റിസർവേഷൻ ഉള്ളതുകൊണ്ടും അവരുടെ മാർക്ക് അപ്പോൾ 516 ആണ്. ദെൻ SC കാറ്റഗറിയിൽ 2,51,000 മാർക്ക് വരുമ്പോൾ 344. 8,66,119 വരെ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് SCയിലും STയിലുമുള്ള വിദ്യാർത്ഥികൾക്ക് ESI മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിസർവേഷൻ എലിജിബിലിറ്റി ഉള്ള എല്ലാവരും തന്നെ ആ അർഹത മേടിച്ചെടുക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇതിനോടൊപ്പം ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എല്ലാം നാം തരുന്നത് NDAയുടെ വെബ്സൈറ്റിൽ MCCയുടെ വെബ്സൈറ്റിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓരോ വിദ്യാർത്ഥികൾക്കും NDAയുടെ വെബ്സൈറ്റിലൂടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് ഈ മാർക്കുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി കേരളത്തിലെ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലായിട്ടുള്ള ടോട്ടൽ സീറ്റുകളിലേക്ക് കേരളത്തിലെ അലോട്ട്മെന്റ് പ്രോസസ്സിംഗിലൂടെ ഏതൊക്കെ റാങ്കിലും മാർക്കിലുള്ള വിദ്യാർത്ഥികൾക്കാണ് MBBSന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കേരളത്തില് ജനറൽ കാറ്റഗറി റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികളെ കേരള റാങ്കിൽ നിന്നാണ്, ഇത് ഓൾ ഇന്ത്യ റാങ്ക് അല്ല, കേരളത്തിലെ റാങ്ക് ലിസ്റ്റിലെ 1632 റാങ്ക് വരെ വന്ന ആ വിദ്യാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുന്നത് 596 ആണ്. വരെ വന്ന വിദ്യാർത്ഥികൾക്ക് കേരള അലോട്ട്മെന്റിലൂടെ
ഒരു MBBS സീറ്റ് ഉറപ്പാക്കാൻ സാധിച്ചു. അത് തന്നെ റിസർവേഷൻ വരുമ്പോൾ ഇവിടെ എല്ലാ റിസർവേഷൻസും ഉണ്ട്, OBC എന്ന ഒറ്റ റിസർവേഷൻ അല്ല. ഇവിടെ വരുമ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള റിസർവേഷൻ വരുമ്പോൾ 1958 റാങ്കും മാർക്ക് 588 മാർക്ക് വന്ന വിദ്യാർത്ഥികൾക്ക് MBBSന് അഡ്മിഷൻ ലഭിച്ചു. അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 1689 595 മാർക്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ EWS റിസർവേഷൻ ജനറൽ കാറ്റഗറിയിലെ EWS റിസർവേഷൻ വന്ന വിദ്യാർത്ഥികൾക്ക് 3845 റാങ്കും 545 മാർക്കുമുള്ള വിദ്യാർത്ഥികൾക്ക് ജനറൽ കാറ്റഗറിയിലെ EWS റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചു. അവിടെ തന്നെ SC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 11,712ഉം ST കാറ്റഗറിയിൽ 21,234 റാങ്കുമുള്ള വിദ്യാർത്ഥികൾക്ക് MBBSന് കേരളത്തിലെ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ ഒരു അഡ്മിഷൻ ഉറപ്പാക്കാൻ സാധിച്ചു. ഇത് തന്നെ സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജിലെ MBBS സീറ്റിലും അതുപോലെ ജനറൽ കാറ്റഗറിയിൽ വന്ന വിദ്യാർത്ഥികൾക്ക് 9,930 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾ, മീൻസ് നീറ്റിൻ്റെ മാർക്ക് 429 മാർക്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക്, അതിൽ തന്നെ ഈഴവ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 9,607 ലാസ്റ്റ് റാങ്കും അതുപോലെ 435 മാർക്കും കേരള റാങ്കാണ്, കേരള റാങ്കിൽ. ഇനി ഇതിനോടൊപ്പം ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, നമുക്കറിയാം ഓരോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഇവിടെ 20ഓളം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളാണുള്ളത്. ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വരുന്ന 5 കോളേജുകളും മുസ്ലിം കമ്മ്യൂണിറ്റി വരുന്ന 5 കോളേജുകളിലും ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി 30% റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളുണ്ട്. ആ സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുവാൻ ഇപ്പം നാം കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾ കമ്മ്യൂണൽ റിസർവേഷൻ്റെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള റിസർവേഷനുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങി പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ഈ എലിജിബിലിറ്റി നേടിയ വിദ്യാർത്ഥികൾക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 12,441 വരെ വന്ന റാങ്കിലുള്ള വിദ്യാർത്ഥികൾക്ക് ആ കുട്ടിയുടെ മാർക്ക് 383 മാർക്ക് വന്ന വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസിംഗിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അത് തന്നെ മുസ്ലിം മൈനോറിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള കോളേജുകളുടെ റിസർവേഷൻ സീറ്റിലേക്ക് 13,474 റാങ്ക് കേരള റാങ്കും അത് തന്നെ 365 മാർക്കുമുള്ള വിദ്യാർത്ഥികൾക്ക് MBBSന് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന റിസർവേഷൻ EWSന്റെ റിസർവേഷൻ അത് കേരള റാങ്ക് 15,654 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക്, ആ വിദ്യാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുന്നത് 326 മാർക്കാണ്. SC കാറ്റഗറി ആയപ്പോൾ 12,308, ST കമ്മ്യൂണിറ്റി ആകുമ്പോൾ 21,234 മാർക്ക് 385ഉം 233. ഈ മാർക്കും റാങ്കും ബേസ് ചെയ്ത് വരെ കേരള അലോട്ട്മെന്റിലൂടെയും ഓൾ ഇന്ത്യ റാങ്കിലൂടെയും അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മളൊരു നീറ്റ് എക്സാമിനേഷൻ എഴുതുമ്പോൾ 720 മാർക്കിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യത്തക്ക രീതിയിൽ ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള റിസർവേഷൻ എലിജിബിലിറ്റിയും നാം നേടിക്കൊണ്ട് നമുക്ക് എത്രയൊക്കെ മാർക്കും റാങ്കും വന്നാൽ ഒരു ഓൾ ഇന്ത്യ അലോട്ട്മെന്റിലൂടെയോ കേരള അലോട്ട്മെന്റിലൂടെയോ ഒരു MBBS സീറ്റ് ഉറപ്പാക്കാൻ സാധിക്കും എന്ന് നാം മനസ്സിലാക്കാം. ഇനി ഈ മാർക്കും റാങ്കും ഉറപ്പിക്കത്തക്ക രീതിയിലല്ല നാം എക്സാമിനേഷൻ എഴുതേണ്ടത്. എക്സാം എഴുതുന്ന സമയത്ത് ഫുൾ മാർക്കും 720ൽ 720 മാർക്കും കിട്ടത്തക്ക രീതിയിൽ തന്നെ വേണം വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതാൻ. എങ്കിലും നാം പഠിക്കുന്ന സമയത്ത് ഇത്ര മാർക്കൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു എലിജിബിലിറ്റി നേടാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസോടുകൂടി പരീക്ഷയെ അപ്രോച്ച് ചെയ്യാനും അതിനനുസരിച്ച് പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കും. തീർച്ചയായും ഈ വീഡിയോ കാണുന്ന സമയത്തും ഇനി മുന്നോട്ടുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിലും അതേപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിങ്ങിലും ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളും അപ്ഡേഷൻസും വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ പേരൻസിനുണ്ടാകാവുന്ന സംശയങ്ങളുടെ സമയങ്ങളിലുമൊക്കെ നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഇതിനോടൊപ്പം ഏറ്റവും നല്ല ട്രെയിനിങ് ഒരു റിപ്പീറ്റഡ് ബാച്ചിലോ ക്രാഷ് കോഴ്സിലൂടെയോ ഒക്കെ നന്നായി പഠിച്ച് മികച്ചൊരു വിജയത്തിലേക്ക് നേടാനും നന്നായി പഠിപ്പിക്കാനും ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. 2023 മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എക്സാമിനേഷനായ നീറ്റ് എക്സാമിനേഷനിൽ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് ഏറ്റവും നല്ലൊരു വിജയം നേടാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൽഫ അക്കാഡമിയിൽ നിന്നും ബെസ്റ്റ് വിഷസ്.